സാദിന്റെ കാലം തൊട്ട് മിമിക്രി ഈ പറഞ്ഞ ഹാസ്യം നമ്മൾ ആസ്വദിച്ചു വരുന്ന ആൾക്കാരാണ്. അത് ആ കാലഘട്ടത്തിൽ ഇങ്ങോട്ട് വന്ന് ആദ്യം വന്ന സ്കിറ്റുകളൊക്കെ നല്ല നിലവാരം പുലർത്തിയിരുന്നതാണ്. പക്ഷേ അതിനുശേഷം വന്ന സ്കിറ്റുകളൊക്കെ നിലവാര തകർച്ചയുള്ള സ്കിറ്റുകൾ തന്നെയാണ്. അത് ഈ ദ്വയാർത്ഥ പ്രയോഗവും ബോഡി ഷെയിമും ഒക്കെ. ആർക്കിടെക്ട് അല്ലേ? അതെ അതെ. പണ്ട് പണിഞ്ഞതിന്റെ വീട് നിലവാരത്തിൽ പണിയാൻ വരുന്നുണ്ടോ? അതിൽ കൂടുതൽ നിലവാരത്തിലല്ലേ ഇപ്പൊ പണിയുന്നത്. പിന്നെ അതിനകത്ത് കാലം മാറുന്നതോറും പുരോഗമിച്ചു, മൂലശോഷണമൊന്നുമില്ല ഒന്നുമില്ല. അപ്പൊ ആ ഉപഭോക്താക്കളാ പറയേണ്ടത്. അതെ, നമുക്കറിയാം. ഞാൻ പറഞ്ഞ ആ ഒരു തലത്തിലോട്ട് വരുമ്പോഴത്തേന് മുമ്പേ അവിടെ പറഞ്ഞ ചില ഉദാഹരണങ്ങൾ കുടുംബമായിട്ട് ഒന്നിച്ചിരുന്ന് കാണുമ്പോൾ ഒരു പക്ഷെ ഹാസ്യമാണ്. അല്ല, ടിവിയിലൊക്കെ അങ്ങനെയുള്ള സാധനം വിടാൻ പറ്റൂ? അങ്ങനെ അതായത് ടി വി എന്ന് പറഞ്ഞാൽ തന്നെ കുടുംബ പ്രേക്ഷകരുടെ ഒരു സ്ഥലമാണ്. സ്കിറ്റിനകത്ത് അങ്ങനെ വരുന്നുണ്ടല്ലോ. വരുന്നുണ്ടോ? ടിവിയിൽ കാണിക്കുന്ന സ്കിറ്റിനകത്ത് ഹാസ്യ സ്കിറ്റിനകത്ത് എല്ലാം വരുന്നുണ്ടല്ലോ. ഈ അടുത്ത ആളുകളിലൊക്കെ നമ്മൾ കണ്ടതിനകത്ത് ഇതൊക്കെ വരുന്നുണ്ട്. അപ്പൊ അവിടെ പറഞ്ഞ കുറെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ പോകുന്നുണ്ടോ? ഇല്ലെന്ന് നമ്മളിപ്പോ പറയുന്നത് നമ്മൾ റീസെന്റ് ഐറ്റം വേറെ ഒരു ഷോ ആണ്. അത് കണ്ടിരിക്കണ ഏതെങ്കിലും ഒരു ഓഡിയൻസിന് ഒരു കാര്യം ദ്വയാർത്ഥ പ്രയോഗത്തിലുള്ള ഇപ്പോഴുണ്ട് എന്നുള്ള കാര്യം തർക്കമില്ല. അവിടുത്തെ സിനിമയിലും ഇല്ലേ സാറ് പഴയ കെട്ടിടം പോലെയാണ് എപ്പോഴും പണിതുകൊണ്ടിരിക്കുന്നത്. പഴയ മോഡൽ കെട്ടിടം പോലെയാണോ സാർ മുമ്പേ പറയുന്നത്? സിനിമ എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല. ഈ ദൈനംദിന ടി വി വരുന്ന സ്കിറ്റുകൾ എന്ന് പറയുന്നത് മനുഷ്യൻ എല്ലാരും കാണുന്നതാണ്. അല്ല സുമി, ഇതിനകത്ത് പ്രശ്നം അറിയോ? ഇദ്ദേഹത്തിന്റെ ഇപ്പം അദ്ദേഹം ഒരു ആർക്കിടെക്റ്റാ. അപ്പൊ അദ്ദേഹത്തിന്റെയൊക്കെ പ്രോബ്ലം ചില ഈ സിനിമയാകുമ്പോൾ അത് ഇരുട്ടത്താ കാണുന്നത്. മറ്റേ ടി വി ആകുമ്പോൾ ലൈറ്റിന് വീട്ടിലുള്ളതെല്ലാം കാണും. ഇരുട്ടത്താണെങ്കിൽ കോമഡി ചോദ്യം ഇത്രയേ ഉള്ളൂ. ഈ പഴയ രീതിയിൽ ഇപ്പൊ ഒരു തലമുറ, പുതിയൊരു തലമുറ ഇത് ആസ്വദിക്കുന്നുണ്ടോ? അല്ല, ആസ്വദിക്കാൻ പിന്നെ അവരൊക്കെ തോന്നുന്നില്ല. പുതിയൊരു തലമുറ ഈ അങ്ങ് പുതിയ ജനറേഷൻ അല്ല, പുതിയ ജനറേഷനിലെ കുട്ടികളെന്ന് പറയട്ടെ. ആസ്വദിക്കാനുള്ള കഴിവുണ്ടോ നോക്കട്ടെ. മക്കളെ പറ മോനെ. ഉണ്ട്. അവരെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നവരാണ്. ഞങ്ങളെല്ലാരും ഇവരെ ചെറുപ്പം തന്നെ കാണുന്ന ഞങ്ങളെ ചെറുപ്പമാണ്. നീ ഇപ്പൊ ചെറുപ്പല്ലേ? അതെ. അപ്പോഴാണെങ്കിൽ ചേച്ചീനൊക്കെ ഞാൻ ഈ ഐറ്റം വേറെ പറഞ്ഞ ചാനലിൽ ഈ നിങ്ങളെ കാണാൻ വേണ്ടി തന്നെയാണ് കാണുന്നത്. എനിക്ക് ഇവിടെ കോമഡി മനസ്സിലാവത്തുള്ളൂ. അതല്ലേ ദ്വയാർത്ഥം എന്ന് പറഞ്ഞല്ലോ, ശരിയാ, രണ്ടർത്ഥം ഉണ്ട്. നല്ലത് മാത്രം എടുത്തിട്ട് മറ്റേത് കളയട്ടെ. അങ്ങനെയൊന്നും കളയാൻ പറ്റത്തില്ല. അല്ല, ആ മൈൻഡും ചീത്തയായിട്ടുള്ള മൈൻഡും കൂടി ഉള്ളതുകൊണ്ടാണ് ആ ദ്വയാർത്ഥം മനസ്സിലാവുന്നത്. ഞങ്ങളുടെ ഒരു സ്കിറ്റിനെ കുറിച്ചാണ് അവിടെ സംസാരിച്ചത്. അല്ല സാറേ, നമ്മളെ 90-കളിൽ അവതരിപ്പിച്ച സ്കിറ്റ് കാലം മാറിയില്ലേ? ആസ്വാദന നിലവാരമൊക്കെ മാറി. ആക്ഷന്റെ നിലവാരമാണ് ഈ പോകുന്നത്. അത് സാർ പിൻവലിക്കണം. അശ്ലീലം എന്ന് പറയുന്നത് സാർ അല്ലല്ല, അത് സാർ പിൻവലിക്കണം. ഞാൻ മോശമായ പദങ്ങൾ ഉപയോഗിക്കരുത്. അടച്ചങ്ങനെ പറയുന്നത്. അല്ല, അത് കുഴപ്പമുണ്ടോ? മോശമായ പദങ്ങൾ അതിൽ കുഴപ്പമുണ്ടോ? എല്ലാത്തിലും ഉപയോഗിക്കുന്നുണ്ട് സാറേ. സാറേ, എല്ലാത്തിലും ഉണ്ട്. മിമിക്രി എന്നത് കുടുംബകലയാണ്, ഏവരും ആസ്വദിക്കുന്ന കലയാണ്. അതിന്റെ സ്റ്റാൻഡേർഡ് പോകരുതെന്ന് പറഞ്ഞ മാത്രമാണ്. അതാണ് കാര്യം. ഒരു കാര്യം പറഞ്ഞോട്ടെ. സാറേ, ഞങ്ങൾ ഇത്രയും പേര് പ്രായപൂർത്തിയായ ആൾക്കാർ ഞങ്ങൾ ഇന്നൊരു തമാശ പറയുന്നു, നല്ല ദ്വയാർത്ഥമുള്ള ഒരു തമാശ പറയുന്നു. ഇത് ഞങ്ങളുടെ ഫാമിലി, ഞങ്ങളുടെ മക്കളും പിള്ളേരും ഭാര്യയൊക്കെ വെച്ചിട്ട് ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് അത് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അത് നിങ്ങൾ കലാകാരന്മാർ ശ്രദ്ധിച്ചാൽ മതി. ഈ ടി വിക്കകത്തൂടെ ദ്വയാർത്ഥ പ്രയോഗം നടത്തുമ്പോഴല്ലോ ഞങ്ങളുടെ മക്കളുടെയും ഭാര്യമാരുടെയും കൊടുത്ത് നിന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾ തൊലി ഉരിഞ്ഞു പോകുന്നുണ്ട്. ഇതാണ് പിള്ളേർ തന്നെ കാണിക്കുന്നത്. ഇതെന്തായി പറയുന്നത്? ഈ ദ്വയാർത്ഥം നിങ്ങൾ ദയവ് ചെയ്ത്, അല്ലാതെ എന്തോരം നല്ല തമാശകൾ എന്തോരം നല്ല രീതിയിൽ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും. ശരിയല്ലേ സാറേ? സർട്ടിഫിക്കറ്റ് വല്ലതും കൊടുത്ത് തമാശ പറയട്ടെ. എല്ലാ സ്കിറ്റുകളുടെ ഉത്തരവാദിത്തം എടുത്ത് നമുക്ക് സംസാരിക്കാനൊക്കെ അല്ലേ? നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ സാറിന് ചൂണ്ടിക്കാണിച്ചാൽ ഇപ്പൊ അതിന് വ്യക്തമായ മറുപടി ചെയ്യുന്നല്ല. നിങ്ങൾ കലാകാരൻ ഞാൻ പറഞ്ഞത്. നിങ്ങളെ കുനിഞ്ഞ് നിന്ന് ഞാൻ ഓർക്കുന്നത് ഇവരുടെ സ്ക്രിപ്റ്റാന്ന് എനിക്ക് തോന്നുന്നു. കുനിഞ്ഞ് പറയുന്ന കാണുമ്പോൾ അയ്യോ ഒരു പാട്ടും ബാക്ക്ഗ്രൗണ്ടിൽ പശ്ചാത്തല സംഗീതം ഇട്ടോ, ഓ ഇത് കണ്ടിട്ട് ഞാനങ്ങ് വീണ് പോവാ എന്നൊക്കെ പറഞ്ഞൊരു പാട്ടും ഇതൊക്കെ പിള്ളേർ കാണുമ്പോഴോ, ഈ സ്ത്രീകള് നിങ്ങളൊരു നിലവാരം പുലർത്തുന്ന പരിപാടികൾ നിങ്ങൾ നല്ല കലാകാരൻ, നിങ്ങൾക്ക് നല്ല കോമഡി എടുക്കാം. ഇതിന്റെ ഇതെന്താണെന്നറിയോ? ഈ പറഞ്ഞ സംഭവം എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ ഇത് സമ്മതിക്കാൻ എല്ലാവർക്കും ഇതെന്താണെന്നറിയോ? മറ്റുള്ളവർ കാണുന്നു. അപ്പൊ എല്ലാവർക്കും അവരൊരു മാന്യത കീപ്പ് ചെയ്യണം. അതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.